ചിലരുടെയൊക്കെ ചിന്ത അങ്ങനെ, ഞാൻ എത്ര വർഷമായി പള്ളിയിൽ പോകുന്നു, ഞാൻ എത്ര വർഷമായി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ പോരാ. വല്ലപ്പോഴും പുസ്തകം വായിക്കണം. പുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരപടച്ചതിൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും വെച്ച് പുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ കയറ്റി വെച്ച് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് അവിടെ വെച്ചേച്ച് റോഡിൽ കൂടെ ഓലക്കാലും പിടിച്ചുകൊണ്ട് നടന്നാൽ പുസ്തകം അറിയാൻ പറ്റത്തില്ല. പുസ്തകം തുറന്ന് വായിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ശ്രദ്ധിച്ച്, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. പാപം അകത്തേക്ക് കടന്നപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. എന്നിട്ട് എന്താ ചെയ്തതെന്ന് നോക്കിയേ, വായിക്കേ. അക്ഷയനായ ദൈവത്തിന്റെ അക്ഷയനായ മഹാദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. മഹാദൈവത്തെ ഈ ഇരുകാലി മനുഷ്യൻ എന്തൊക്കെയാക്കി മാറ്റി? പക്ഷി. ഇവര് പറയട്ടെന്ന് പുസ്തകം അവരുടെ കയ്യിലില്ലേ? എന്നാ ക്ഷയമുള്ള മനുഷ്യൻ. അപ്പൊ സൃഷ്ടാവിനെ അങ്ങ് മറന്നിട്ട് ഇവര് മനുഷ്യന്മാരെ പിടിച്ച് ദൈവമാക്കി. അപ്പൊ ആൾ ദൈവങ്ങളുണ്ടായി. ഇപ്പൊ കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. മുക്കിന് ആൾ ദൈവങ്ങൾ എഴുന്നേറ്റ് വരിക. എന്നാലും ഞാനും പത്രത്തിൽ കണ്ടു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എന്നാലും ചിലതിന് മിണ്ടുന്നില്ല ആരും. ദേ മനുഷ്യനെ പിടിച്ച് മഹത്വം കൊടുത്തേക്കുന്നു. ക്ഷയമുള്ള മനുഷ്യൻ, അടുത്തത് പക്ഷി, അടുത്തത് നാൽക്കാലി, അടുത്തത് ഇഴജാതി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദേ പിച്ചി പങ്കുവെച്ചു. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി കാതു തുറന്ന് കേട്ടോ. ആമേൻ. ഇവിടെ 4ആയിട്ടാ പറഞ്ഞേ. ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി. മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഇതിനെ 4നെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുത്തോണ്ടിരിക്കുക. മനുഷ്യൻ, നാൽക്കാലി, കീഴ ഇടജാതി. അപ്പൊ നിങ്ങൾ ചോദിക്കും പക്ഷി എന്ത് ചെയ്യുന്നു? വീട്ടിൽ പോയി പടത്തെ കണ്ണ് തള്ളി ഒന്ന് നോക്കണം. 2 ചിറക് ഇങ്ങനെ വരച്ചു വെച്ചേക്കുന്ന കാണാം. ആളിനെ പിടി കിട്ടിയില്ലെന്ന് തോന്നുന്നു. കിട്ടി. 4നെയും കൂടെ ഒന്നിച്ച് കൂട്ടി കയറ്റി ATM അടിച്ച് ജംഗ്ഷനിൽ. നാണമില്ലയോടോ ക്രിസ്ത്യാനി? വേദപുസ്തകം തെളിവായി പറയുക, പാപം അകത്തിരിക്കുന്നതിന്റെ ലക്ഷണമായത് സൃഷ്ടാവിന് മറന്നുപോയി. സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചെന്ന് മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി സൃഷ്ടാവിനെ മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. പാപമകത്ത് ചെന്നു. അപ്പൊ മനുഷ്യൻ പാപത്തിൽ അടിമപ്പെട്ടു. സൃഷ്ടാവിനെ മറന്നുപോയി. ഈ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവം മുന്നോട്ട് വെച്ച രക്ഷാ പദ്ധതി 1, മനുഷ്യന്റെ മുമ്പിൽ ദൈവം പ്രമാണം കൊടുത്തു. വിശദീകരിക്കാൻ നേരം പോരാ. ന്യായപ്രമാണം മോശ മുഖാന്തരം കൊടുത്തു. എന്തിനാ? തെറ്റും ശരിയും തിരിച്ചറിയണമെങ്കിൽ നിയമം വേണം, അല്ലേ? ഹെൽമറ്റ് വെക്കാതെ വണ്ടി ഓടിക്കരുതെന്ന് ഇവിടെ നിയമം ഉള്ളത് കൊണ്ടാണ് നമ്മൾ യോഗം കഴിഞ്ഞ് പോയി ആദ്യം ഹെൽമറ്റ് എടുത്തിടുന്നത്. നിയമം ഇല്ലാത്തൊരു കാലം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അന്ന് ഹെൽമറ്റ് വെക്കാതെ എല്ലാവരും ഓടിച്ചു, ആരും പിടിച്ചില്ല, ഒന്നുമില്ല. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ഒക്കെ കാലത്ത് നിയമം നിലവിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് അബ്രഹാമും ഇസഹാക്കും ഒക്കെ ചില ചെറിയ രീതിയിലൊക്കെ കള്ളം പറഞ്ഞിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ദൈവം അതിനൊന്നും അവരെ കാലെ വാരി അടിച്ചൊന്നും എഴുതിയിട്ടില്ല. കാരണം അവരുടെ മുമ്പിൽ നിയമമില്ല. എന്നാൽ മോശ മുഖാന്തരം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് എഴുതി മനുഷ്യന്റെ മുമ്പിൽ പ്രമാണം കൊടുത്തു. വിശദീകരിക്കുന്നില്ല. ഒത്തിരി പറയേണ്ട വിഷയം ന്യായപ്രമാണ കാലത്തെക്കുറിച്ചുണ്ട്. എന്നാൽ പ്രമാണം കയ്യിൽ വെച്ചുകൊണ്ട് ജനം പിന്നെയും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങി. അതിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാം. യേശു കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞൊരു വാചകം മത്തായി സുവിശേഷത്തിലുണ്ട്. ഇങ്ങനെ പറഞ്ഞത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അധരത്തിൽ എപ്പോഴും കർത്താവ്, യേശു അപ്പ, ഈശോയേ, ദൈവമേ, രക്തം ജയം, ഹല്ലേലൂയ. ചിലര് യേശു അപ്പ, ഉമ്മ എന്നൊക്കെ പറയുന്നവർ. ആയിക്കോട്ടെ, അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. പക്ഷെ അടുത്ത വാക്കെന്തെന്നറിയാമോ? ഹൃദയം കൊണ്ട് എന്നെ വിട്ട് അവർ ദൂരത്തായിരിക്കുന്നു. അതിന്റെ കാരണം പറഞ്ഞതാണ് എന്നെ ചിന്തിപ്പിച്ചത്. അതിന്റെ കാരണം കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുക, മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ ജനം എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. കാരണം പിടികിട്ടിയോ? ദൈവത്തിന്റെ കൽപ്പന പഠിപ്പിക്കാതെ മാനുഷിക ഉപദേശങ്ങളാണ് ഈ ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് അവർക്ക് സത്യം അറിയത്തില്ല, എങ്കിലും അവർ കർത്താവിനെ സ്നേഹിക്കുക. ഒരു കൂട്ടം ജനം നമുക്കിടയിൽ അവർക്ക് കർത്താവിന് ഇഷ്ടമാ, ദൈവത്തെ ഭയമാ, സ്നേഹമാ. പക്ഷേ ദൈവകൽപ്പന അവരെ ശരിയായി പഠിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവർ മാനുഷിക കൽപ്പനകളിൽ പെട്ട് കിടക്കുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അവരുടെ ഹൃദയം ദൂരത്തായിരിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയും, പണ്ട് മറിയാമ്മ ഒരു ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് എഴുതിയ ഒരു കാറ്റലോഗ് കിട്ടി. നമുക്ക് എന്തോ മേടിച്ചാലും കിട്ടും, മൊബൈൽ വാങ്ങിയാൽ കിട്ടും. ഇപ്പം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 10 രൂപയുടെ എലിവേഷൻ മേടിച്ചാലും അതിൻ്റെ അകത്തും ചുരുട്ടി വെച്ചേക്കും ഒരു തുണ്ട് പേപ്പർ. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, ആഹാരത്തിൻ്റെ അടുത്ത് വെക്കരുത്, പിള്ളേരുടെ അടുത്ത് വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. ഇതുപോലെ മറിയാമ്മയ്ക്കും കിട്ടി ഒരു കാറ്റലോഗ്, എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ. മറിയാമ്മ ഈ കാറ്റലോഗ് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൻ്റെ തലയിൽ വെച്ച് ഒരു കമ്പിളി തുണി എടുത്ത് അങ്ങ് മൂടി. ഇപ്പം കാറ്റലോഗ് എവിടെ ഇരിക്കുക? ഫ്രിഡ്ജിൻ്റെ മുകളിൽ, കമ്പിളി തുണിയുടെ കീഴേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ ഫ്രിഡ്ജാ, ഫ്രീസർ ഐസ് കട്ട പിടിച്ച് നിറഞ്ഞു. ഇപ്പം മറിയാമ്മ അടുക്കളയിൽ പോയി ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് കുത്തി ഇളക്കാൻ വരിക. പിന്നെ കൊച്ചുമോൻ അവിടെ നിൽപ്പുണ്ട്, കമ്പ്യൂട്ടർ ചെറുക്കൻ. അവൻ പറഞ്ഞു, അമ്മാമ്മ എവിടെ പോവാ? എടാ ഫ്രീസർ കട്ടിയായിരിക്കും കുത്തി ഇളക്കാൻ. എൻ്റെ പൊന്നെ അമ്മാമ്മേ, എന്നാടാ വല്ലപ്പോഴും എങ്കിലും ആ കമ്പനിക്കാർ തന്ന പുസ്തകം എടുത്തൊന്ന് വായിക്കുക. പുസ്തകം എന്ത് ചെയ്യുക? ആ പുസ്തകം ഫ്രിഡ്ജിൻ്റെ തലയിൽ ഇരിപ്പുണ്ടെന്ന്. അതെടുത്ത് വായിക്കേ. ഈ ഫ്രീസറിൻ്റെ അകത്ത് ഗ്യാസ് നിറച്ച കുഴലുകളുണ്ട് ഇങ്ങനെ, അതുകൊണ്ടാണ് ഇത് തണുക്കണം വെള്ളം. മൊനയുള്ള കമ്പിയും പിന്നും പിച്ചാത്തിയും സൂചിയും ഒന്നും കൊണ്ട് അതിനകത്തിട്ട് കുത്തരുതെന്ന്. അങ്ങനെ കുത്തി ആ ഗ്യാസ് ലീക്കാവും, പിന്നെ ഇത് വർക്ക് ചെയ്യല. അപ്പോൾ പിന്നെ ഇത് ഓഫ് ചെയ്തിട്ട് ഇത് അലിച്ച് കളയണമെന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചു. വല്ലപ്പോഴും അതെടുത്തൊന്ന് വായിക്കണം. ഉടനെ മറിയാമ്മ പറയുക, പിന്നെ കമ്പനിക്കാരങ്ങനെ എന്തെല്ലാം എഴുതി വെക്കും. ഞാൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കുത്തല്ല, ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ കാലം തൊട്ട് ഈ കുത്താന്ന്, ഇങ്ങനെ കുത്തൂന്ന്. ആ കുത്ത് പല്ലാൻ്റെ ഇപ്പം എന്താ പറയാനാ? എടാ ക്രിസ്ത്യാനിയോട് ഇത് പറയുമ്പോൾ അവൻ പറയാം, ആ പുസ്തകത്തിൽ അങ്ങനെ പലതും പറയും, പക്ഷെ ഞങ്ങളിത് ഞങ്ങളുടെ വല്യപ്പൻ്റെ കാലം തൊട്ട് ഇങ്ങനെ കുത്ത്. എടാ പുസ്തകം എടുത്ത് വായിച്ചു നോക്കാൻ. ഇത് ദൈവത്തിന്റെ പ്രമാണം. ജനത്തിന് കൊടുത്തിട്ടും പ്രമാണം വെച്ചുകൊണ്ട് പിന്നെയും ജനം മാനുഷിക ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ദൈവം മനുഷ്യന്റെ മുമ്പിൽ പ്രവാചകന്മാരെ അയക്കുക. പുസ്തകം വായിക്കണം. യെശയ്യാ, യിരെമ്യാ, എഹെസ്കേൽ, ദാനിയേൽ, ഹോശേ, യോവേൽ തുടങ്ങി പ്രവാചകഗണത്തെ രംഗത്തിറക്കി. എന്തിനാ? ഇപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു കൂട്ടരാ. ആര്? അമ്മാമ്മമാരൊന്നും മിണ്ടുന്നില്ല. ആര്? പിന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു പാസ്റ്റർ വിളിക്കണമെന്ന് പറഞ്ഞാൽ കമ്മിറ്റി ആദ്യം ചോദിക്കും, ദൂത് പറയൂ, വചനം പ്രസംഗിക്കുമെന്നല്ല. പിന്നെ ഇവരുദ്ദേശിക്കുന്ന ദൂത് എന്താണെന്നറിയോ? നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്. അമ്മാമ്മയുടെ നടുവേദന ഇപ്പോൾ തന്നെ. വാട്ടുപിടിച്ചവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ ഇപ്പം ഇരുന്ന് ചിരിക്കും, വേണമെങ്കിൽ കൈ അടിക്കും. നാളെ ഇങ്ങനെയുള്ളവന്മാർ വരുമ്പോൾ അവിടെ പോയി തലയും കുമ്പിട്ട് നിൽക്കും. പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരിൻ്റെ അകത്തുണ്ട് കേട്ടോ. പ്രവചന ശുശ്രൂഷ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ ജോലി ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറയുന്നതല്ല. ജഡത്തെ സന്തോഷിപ്പിക്കുന്നതൊന്നും പരിശുദ്ധാത്മാവിലല്ല. പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറഞ്ഞാൽ അത് നിന്നെ ദൈവത്തിങ്കലേക്കും നിത്യതയിലേക്കും അടുപ്പിക്കുന്നതായിരിക്കും. ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞോണം. അല്ലാതാണ്ട് ഈ ചെങ്ങന്നൂരും ഒക്കെ ഓരോ വട്ടന്മാരിരുന്ന് വിളിച്ച് പറയുന്നുണ്ട്, നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മാങ്ങയില്ലേ? ഉണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു തേങ്ങയില്ലേ? ഉണ്ട്. ഇപ്പുറത്തൊരു അടക്കയില്ലേ? ഉണ്ട്. മാങ്ങയും തേങ്ങയും അടക്കയും ടാറിട്ട റോഡ്, ഇടിഞ്ഞു കിടക്കുന്ന റോഡല്ലേ അത്. അപ്പം പിന്നെ അങ്ങ് മോങ്ങാൻ പെണ്ണുങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയല്ലേ? ഒന്നും പറയണ്ട. ഇതെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് അടുത്ത് ചോദിക്കും, നിങ്ങൾ എത്ര പേരുണ്ട് വീട്ടിൽ? അത് മാത്രം പരിശുദ്ധാത്മാവിനെ അറിഞ്ഞുകൂടാ കേട്ടോ, ക്ഷമിക്കണം. മാങ്ങ അറിയാം, തേങ്ങ അറിയാം. എന്ത് കാലം എത്ര! ഞാൻ എൻ്റെ ദൈവാസന്മാരെ വേദന കൊണ്ട് പറയാം, 10ാം ക്ലാസ്സിൽ നിന്ന് നേരെ അംഗൻവാടിയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. പഠിച്ച് 10ാം ക്ലാസ്സിൽ ചെന്നിട്ട് നേരെ ബാക്കി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയാം പാഷേ, അല്ലെങ്കിൽ ഇവർ വിഷമിക്കും. യോഗം മുടക്കി കാശ് മുടക്കി വെച്ചിട്ട് വഞ്ചിക്കപ്പെടാതിരിക്കാനാണ് ഇത് പറയുന്നത്. പ്രവാചകന്മാര്, നിനക്ക് കാറ് കിട്ടും, ലോറി കിട്ടും, നിന്നെ തണുപ്പുള്ള രാജ്യങ്ങളിലായിരിക്കും, വിസ ശരിയാവും, പാസ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ, ഇപ്പം അടിക്കും. ഇതൊന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ ജോലി. ചേച്ചിയുടെ കഷണ്ടിയിൽ മുടി കിളിർക്കുന്നു, ചേട്ടൻ്റെ പല്ലിൻ്റെ പോട് യേശു അടക്കും. പിന്നെ യേശുവിന് ഇപ്പം ഇതൊക്കെയാ പണി. ഒന്നുമല്ല. പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു, അവനാണ് നിത്യ പിതാവ്. മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരടയാളം
ദൈവം നിങ്ങൾക്ക് തരും. കന്യകയിൽ നിന്ന് ഒരു പുരുഷ പ്രജ ഉരുവാകും. യെശയ്യാവ് വിളിച്ചു പറഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? യേശുക്രിസ്തു ഭൂതലത്തിൽ ജനിക്കുന്നതിന് ഏകദേശ കണക്ക് പണ്ഡിതന്മാർ വിലയിരുത്തുന്നത് 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കന്യക ഗർഭിണിയായ ഒരു മകനെ എന്ന് എഴുതി വെച്ചെങ്കിൽ 700 വർഷം കഴിഞ്ഞ് ജനിച്ചപ്പം മോളായോ അച്ഛാ? മോനായിരുന്നു. അതാ ദൈവത്തിന്റെ പ്രവാചകൻ. ഇവിടെ ഇറങ്ങുന്നവന്മാർ 6 മാസം ഉള്ളപ്പോൾ മോനാ കേട്ടോ, പ്രസവിച്ചപ്പോ മോളാ, പിന്നെ ആ വഴി അല്ല. കൃത്യം വളരെ കൃത്യമായി പ്രവചിച്ചു. 300 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അടുത്ത പ്രവാചകൻ രംഗത്ത് വന്നു. ആര്? മീഖ പ്രവാചകൻ. മീഖ രംഗത്ത് വന്ന് പറഞ്ഞു, യെശയ്യാവ് പ്രവചിച്ച ആ രക്ഷകനുണ്ടല്ലോ, അവൻ ബത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്ത എന്ന വില്ലേജിൽ പിറക്കും. ഇന്ന് രാത്രി ഓതറക്കാരോട് അല്പം അഭിമാനത്തോടെ പറയാം, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വെച്ചിട്ട് പ്രവചിച്ച പോലെ ഒരുത്തൻ ഈ ഭൂതലത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അല്ലാതെ ഉലകത്തിൽ ഒരുത്തൻ അങ്ങനെ ജനിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഗുരുക്കന്മാരും മഹാരഥന്മാരും ഒത്തിരി ജീവിച്ചിരുന്ന ഈ മണ്ണിൽ അവരാരും ജനിക്കുന്നതിന് ഒരു 6 മാസം മുമ്പ് പോലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മഹാന്റെ ഇന്ന സ്ഥലത്ത് ജനിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തി ഇങ്ങനെ ജനിക്കും, ഇന്ന വിധം ഇന്ന സ്ഥലത്ത് ജനിക്കും. 100 കണക്കിന് പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു മനുഷ്യരുടെ പാപത്തിനു വേണ്ടി ഒരിക്കലായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. 33 തിരുവയസ്സ് വരെ ഭൂതലത്തിൽ ജീവിച്ച കർത്താവായ യേശുക്രിസ്തു, യേശുക്രിസ്തുവിന്റെ ജനനം പരസ്യമായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതം പരസ്യമായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണം പരസ്യമായിരുന്നു. ഒരു തുറന്ന പുസ്തകമായി ജീവിച്ച കർത്താവ്. ഞാൻ എന്നോട് സംസാരിക്കാൻ വരുന്ന ആളുകളോട് ചോദിക്കാറുണ്ട്, ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ഈ ഭൂമിയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? അത്രയും കാലം വരെ യേശു പറഞ്ഞത് ഇന്നും ഞങ്ങൾക്ക് പറയാം, യേശു ചെയ്തത് ഇന്നും ചെയ്യാം, നാളെ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനും അത് ചെയ്യാം, ഏത് കാലഘട്ടത്തിലും ചെയ്യാം. നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതും പഠിപ്പിച്ചതും വല്ലോ ഇന്ന് ചെയ്യാൻ തുടങ്ങിയാൽ അകത്ത് കിടന്ന് ഉണ്ട തിന്നുവേ എന്ന് പറയാറുണ്ട്. മനസ്സിലായോ? ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ യേശു പഠിപ്പിച്ചത് എല്ലാ കാലത്തുമുള്ളവർക്കും ചെയ്യാം. തുറന്ന പുസ്തകം, മാതൃകയുള്ള ജീവിതം. സർവമനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ശിക്ഷാവിധി ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി. ഇന്ന് രാത്രി പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് കാൽവരിയിലേക്ക് നോക്കിയാൽ ഒരു കാഴ്ച കാണാം. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ എന്റെ പ്രിയനെന്ന് ശൂനേങ്കാരത്തി പറഞ്ഞപ്പോൾ അപ്പുറത്തെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അല്ലല്ല, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപനാണ്. അവനെ കണ്ടാൽ രൂപഗുണമില്ല, അവൻ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. ഒന്ന് ചിന്തിക്കണം, ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള ഇവൻ എന്തു പറ്റി? കാൽവരിയുടെ കൊലക്കളത്തിൽ എന്നെയും നിന്നെയും രക്ഷിപ്പാൻ. ആമേൻ. കാൽവരിയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു മാംസക്കഷ്ണത്തെ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ കാൽവരിയുടെ കൊലക്കളത്തിൽ പിടയുന്ന യേശുക്രിസ്തുവിനെ ഇന്ന് രാത്രി എത്ര ഹൃദയങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്? മറക്കരുത്, എന്നെയും നിന്നെയും പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിപ്പാൻ എൻ്റെ യേശു കാൽവരിയിൽ എനിക്കും നിനക്കും പകരമായി യാഗമായി മാറി. അരിമത്ഥ്യക്കാരനായ യോസേഫിന്റെ കല്ലറക്കൽ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഞാനിങ്ങനെ പറയാം, ഒരു ബാങ്കിന്റെ മുമ്പിൽ പോലീസ് കാവൽ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ATM കൗണ്ടറിന്റെ മുമ്പിൽ പോലീസും സെക്യൂരിറ്റി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഡെഡ് ബോഡിയുടെ മുമ്പിൽ പട്ടാളക്കാർ തോക്കും കൊണ്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഡെഡ് ബോഡി ആരെങ്കിലും എടുത്തുകൊണ്ട് പോവോ? ചരിത്രത്തിൽ ആദ്യമായി യേശുക്രിസ്തുവിന്റെ കബറിടത്തിന്റെ മുമ്പിൽ അതാ കണ്ണിൽ അഗ്നിയും കയ്യിൽ ആയുധവുമായി റോമൻ പടയാളികൾ കാവൽ നിൽക്കുന്നു. എന്തിന്? ഇവൻ ജീവിച്ചിരുന്നപ്പോൾ പ്രഖ്യാപിച്ചു, മനുഷ്യപുത്രൻ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുകയും അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്യും. യേശു ഉയർത്തെഴുന്നേൽക്കാതിരിപ്പാൻ റോമൻ പടയാളികൾ പട്ടാളക്കൂട്ടത്തെ കാവൽ നിർത്തിയിട്ടും ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, 3 ആണി കൊണ്ട്
അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറ കൊണ്ട് യേശു എന്ന വ്യക്തിത്വം അവസാനിച്ചിരുന്നെങ്കിൽ, മൂന്നാണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല ഓതറയിൽ. മൂന്നാണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം രൂപപ്പെടത്തില്ല. മൂന്നാണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി IPCCO ഒരു കൺവെൻഷൻ പ്ലാൻ ചെയ്യത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഓതറക്കാരെ, ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്ക നിന്നുകൊണ്ടല്ല, കണ്ണാടിക്കൂടിന് മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്തൊടുങ്ങി ഒതുങ്ങിപ്പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ! ആ യേശു ഇന്നും ജീവിക്കുന്നു. ആമേൻ. ഒന്ന് രണ്ട് ഭാഗം പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് പലതവണ പ്രത്യക്ഷനായിക്കൊണ്ട് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് അന്ത്യമായ ഒരു കൽപ്പന ശിഷ്യഗണത്തിന് കൈമാറി. ഓതറക്കാര് കാതു തുറന്ന് കേൾക്കണം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ തിരുവചന ഭാഗം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. 16:15. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. മതി. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പോലും പലപ്പോഴും ചോദിക്കുക, യുവന്മാർക്ക് വേറെ പണിയില്ല, ജോലിയില്ല, എന്തിനാ ഇങ്ങനെ കിടന്ന് തൊണ്ട കീറുന്നത്? ഉത്തരം, ഇത് യേശു ക്രിസ്തുവിന്റെ കൽപ്പനയായതുകൊണ്ട് ഭൂലോകത്തിലൊക്കെയും ഇത് പ്രസംഗിക്കണം. ഇപ്പൊ ചില അണ്ണന്മാര് പറയാ, ഇവിടെ പറ്റത്തില്ല, അവിടെ പറ്റത്തില്ല, അവിടെ വിടാതെ നിന്റെ മനസ്സേ ഇരിക്കത്തേ ഉള്ളൂ. ഇത് പ്രസംഗിക്കാൻ ഏൽപ്പിച്ച സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ അഭിഷിക്തന്മാർ ഉയരുള്ള കാലം വരെ സുവിശേഷം പ്രസംഗിച്ചിരിക്കും. ആമേൻ. അത് ഞങ്ങളെ ഏൽപ്പിച്ചത് ദൈവമായതുകൊണ്ടാ. മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിക്കേണ്ടത് ആവശ്യം. അതുകൊണ്ട് ചെയ്യുന്നതാ. നാട്ടുകാരെ ശല്യപ്പെടുത്താനോ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ വേണ്ടി ചെയ്യുന്ന പരിപാടി അല്ലത്. പ്രാണനെ തന്ന പ്രാണനാഥന്റെ അന്ത്യ കൽപ്പനയാണ്. സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണം. അതിനേക്കാൾ ഭാഗ്യം, സുവിശേഷം പ്രസംഗിക്കുന്നതിനേക്കാൾ ഭാഗ്യം എന്താ വെച്ചോളെ? അത് പോരെ നമുക്ക്. സുവിശേഷം ഇന്നിപ്പോ സുവിശേഷ യോഗം ഒന്ന് നോട്ടീസിലുണ്ട്, സുവിശേഷം ഒന്നും ഇല്ല. സങ്കടമായി ഈ കാലം. സുവിശേഷം പ്രസംഗിക്കണം. ഇത് പറഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. ശിഷ്യന്മാര് തല ഉയർത്തി ഒലിവുമലയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശു രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതാ ശിഷ്യന്മാർ നോക്കി നിൽക്കെ 2 ദൂതന്മാർ താഴേക്ക് വെളിപ്പെട്ടുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകം അപ്പസ്തോല പ്രവൃത്തി 1:11 കാണാം. വായിച്ചാട്ടെ. 1:11. ഗലീല പുരുഷന്മാര്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, യേശു വീണ്ടും വരും. ദൂതന്മാരുടെ പ്രഖ്യാപനം. ഇത് കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തെന്ന് ഒന്ന് കേട്ടാട്ടെ. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ശ്രദ്ധിച്ച് കേട്ടോണം. ഇനി ഞാൻ പറയുന്ന പോയിന്റുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ശിഷ്യന്മാര് ഇത് കണ്ട് ദൂതന്മാരുടെ അരുളപ്പാട് കേട്ട് ഒലിവുമല വിട്ട് യെരുശലേമിൽ വന്നെന്നാണ് ഇപ്പൊ കൊച്ചു വായിച്ചത്. അടുത്തത്, അവിടെ എത്തിയപ്പോൾ യെരുശലേമിലെത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. എങ്ങോട്ട് പോയി പറ? മാളിക മുറി കയറിപ്പോയി. എല്ലാരും കേട്ടോണം. അങ്ങനെ തന്നെ ആണോന്ന്? കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ഇപ്പൊ ഒന്ന് വായിക്കുക. അങ്ങനെ തന്നെ പുസ്തകത്തിൽ ഉണ്ടോന്ന് വേണം നോക്കിക്കോ. ഇനി പെന്തിക്കോസ് ഉപദേശിമാര് കയ്യിന്നിട്ട് പറഞ്ഞെന്നൊന്നും പറയരുത്. വായിച്ചോ. പത്രോസ്. ആരാ പത്രോസ്? 1ാമത്തെ പോപ്പ്, മാർപ്പാപ്പ എന്നൊക്കെ ചില ക്രിസ്ത്യാനികൾ പറയുന്നു. ആയിക്കോട്ടെ, അത് വലിയ മോശപ്പെട്ട കാര്യമൊന്നും അല്ലല്ലോ. ആയിക്കോട്ടെ. പോപ്പ്, 1ാമത്തെ പോപ്പ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ് ലീഹ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ അഥവാ യൂദാസ് ലീഹ. ഇവരെല്ലാവരും സ്ത്രീകളോടും, കേട്ടോ കാതു തുറന്ന് കേട്ടോ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും കൂടെ അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരു മനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. മനസ്സിലായി? ഇപ്പൊ വേറെ വ്യാഖ്യാനം ഒന്നും വേണ്ട. അങ്ങോട്ട് കയറിപ്പോരുടെ കൂട്ടത്തിൽ പത്രോസ് ലീഹയുണ്ട്, തോമാസ് ലീഹയുണ്ട്, യൂദാസ് ലീഹയുണ്ട്, യേശുവിന്റെ അമ്മയായ മറിയയും, തർക്കമില്ലല്ലോ, ഉണ്ട്. അവരെല്ലാം കൂടെ പ്രാർത്ഥിച്ചോട്ടുണ്ട്. അപ്പൊ എന്തോ പറ്റി? 2:1. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ഒന്നൂടെ
പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസുകാർ വന്നപ്പോൾ. അങ്ങനാണോ? ആണോ അമ്മച്ചി? അല്ല, പെന്തക്കോസുകാർ അങ്ങനെ ഒരു കാറും ഇല്ല. പെന്തക്കോസ് നാൾ വന്നപ്പോൾ. എന്താ അത്? 50-ാം പെരുന്നാൾ ദിവസം. ഒരു പെരുന്നാൾ ദിവസം വന്നു. ആ പെരുന്നാൾ ദിവസത്തിന്റെ പേരാണ് പെന്തക്കുസ്ത, ഡേ ഓഫ് പെന്തക്കോസ്. പെന്തക്കുസ്ത പെരുന്നാൾ ദിവസം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അന്നേരമോ വായിച്ചോ? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ദൈവമക്കൾ കൂടുന്നിടത്ത് ഇച്ചിരി മുഴക്കമൊക്കെ ഉണ്ട്. മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക് കാത് തുറന്ന് കേട്ടോണം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എന്ത് സംസാരിക്കാൻ തുടങ്ങി? അന്യഭാഷ. ഈ അന്യഭാഷ സംസാരിക്കുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്നാ വിളിക്കുന്നത്? പെന്തക്കോസ്. അങ്ങനെയാണ് ഒന്നാമത്തെ പെന്തക്കോസുകാരി മറിയ, അല്ലയോ? ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഗ. ഇവരൊക്കെ അവിടെ നിന്ന് അന്യഭാഷ പറഞ്ഞെന്നല്ലയോ വായിച്ചേ? അതുകൊണ്ട് പെന്തക്കോസുകാർക്ക് അമ്മയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേരെ നിന്ന് പറയണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞെന്ന്. ഇല്ലേ? പിന്നല്ല, എല്ലാവരും ആത്മാവിൽ തുറന്ന് അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ആ ആത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. ആര്? പറ. പോപ്പ് പത്രോസ് ലീഗ എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചു? 2:37 വായിച്ചു നിർത്താം. 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. ഒന്നൂടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. പത്രോസ് ലീഗ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മനിറവിൽ വചനം പ്രസംഗിച്ചപ്പോൾ പറയച്ചാ കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. നിങ്ങൾ പറ, എന്തുകൊണ്ടു? കുത്തുകൊണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും ബൈബിളിൽ ഇക്കിളി കൊണ്ടെന്നുണ്ടോ? പറ. ഉണ്ടോ? ഇല്ല. പിന്നെന്താ കൊണ്ടേ? അപ്പൊ ഒരു കാര്യം ഒന്നും മനസ്സിലാക്കിയിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ. ഈ പുസ്തകത്തിൽ പറയുന്ന ആത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് ഇക്കിളിയല്ല, ചങ്കത്ത് കുത്തുകൊള്ളും. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറിയപ്പോ കുത്തുകൊണ്ടെന്ന്. അതാ പിതാക്കന്മാരുടെ കാലത്തെ പ്രസംഗം. കുത്തുകൊള്ളും. ഇന്നിപ്പോ കുത്തുകൊള്ളുന്നതൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. ഇപ്പൊ നമുക്കിപ്പോ കുത്തല്ല, നമുക്കിപ്പോ ഇക്കിളികൾ. യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പം ഫോൺ 10 മിസ് കോളോ കുഞ്ഞമ്മ വിളിച്ചോ? എന്നാ അമ്മാമ്മയെ വിളിച്ച യോഗത്തിലായിരുന്നു, അതാ എടുക്കാഞ്ഞ്. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു യോഗം? യോന്ന് പറയണ്ട മാമേ, ചിരിച്ച്. ഇതാ ഇന്നത്തെ അവസ്ഥ. സങ്കടം കൊണ്ട് പറയാ ദേവാസന്മാരെ. എവിടെ മാനസാന്തരം? എവിടെ കുത്ത്? ഒന്നുമില്ല. ഒരു കോമഡി പോലെ കടന്നു പോവുക. ഇന്ന് രാത്രി മനം തിരിയണം. ഇന്ന് രാത്രി മാനസാന്തരം ഉണ്ടാകണം. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം അകത്തോട്ട് കടന്നു എന്ന് കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? പ്രസംഗിച്ച ഉപദേശിയുടെ കൊങ്ങായിക്ക് പിടിച്ചെന്നാണോ? ആണോ അമ്മാമേ? പിന്നെ എന്നാ വായിര് കുത്തുകൊണ്ട്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് കുത്തുകൊണ്ടവര് കൊങ്ങായിക്ക് പിടിക്കാൻ ചെന്നതല്ല. കുത്തുകൊണ്ടവര് ചോദിച്ചു, ഞങ്ങൾ നിങ്ങൾ ഓരോ വാക്ക് പ്രസംഗിക്കുമ്പോഴും എന്റെ ചങ്കത്ത് കത്തി കയറുകയായിരുന്നു. പറ ഉപദേശി പോപ്പേ പത്രോസ് എന്തോ ചെയ്യണം? അടുത്ത വാക്ക്. പത്രോസ് അവരോട്. ആര്? പത്രോസ് അവരോട്. സാംബാസ് ഓദർ IPCയിലെ പാസ്റ്റർ അവരോട്. അങ്ങനാണോ? അല്ല, സാംബാസ്റ്റർ അവരോടൊന്നല്ല. പോപ്പ് പത്രോസ് ലീഗ അവരോട്. നിങ്ങൾ മാനസാന്തരപ്പെട്ടു. ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പറ. മാനസാന്തരപ്പെടണം. പിന്നെ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങളുടെ അകത്ത് കയറിയ പാപം പുറത്തു പോകണമെങ്കിൽ ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. കേട്ടോ? പെന്തിക്കോസുകാരെ പഠിപ്പിക്കല് ഉണ്ടാക്കി വെച്ചതല്ല. ഒന്നാമത്തെ പോപ്പ് പത്രോസ് ലീഗ പറയുക, അകത്ത് കയറിയ പാപം പുറത്തു പോകണോ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കാൻ. ഇല്ലേ? ഈ പോപ്പ് പറഞ്ഞതല്ലേ നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങേരായി കുഴപ്പമുണ്ടാക്കി വെച്ച് അങ്ങേർക്ക് സത്യത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു, നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളുടെ മോചനത്തിനായി ഞങ്ങളുടെ അടുക്കൽ വന്ന് കുമ്പസരിപ്പി. അങ്ങനെ ഒന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇന്ന് അതല്ലേ പറയത്തുള്ളായിരുന്നു. ഇങ്ങേരായി ഇടങ്ങേറുണ്ടാക്കിയ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞില്ല. പോപ്പ് പറഞ്ഞത് ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാനാ. ഞങ്ങളും അത് തന്നെ പറയുന്നുള്ളൂ അമ്മാമേ.
വള്ളിപ്പുള്ളി വ്യത്യാസം വരുത്തിയോ മാറ്റം വരുത്തിയോ പഠിപ്പിക്കാനല്ല ഞങ്ങളെ ഏൽപ്പിച്ചത്. അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം വേണോ? ഇന്ന് രാത്രി ഓതറക്കാരെ ഒരു നാണയത്തിട്ട് കൊടുക്കേണ്ട, 1 കിലോമീറ്റർ നടക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട. ഇന്ന് രാത്രി സൗജന്യമായ പാപമോചനം ലഭിക്കും. മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ, എന്നാൽ പാപമോചനം ലഭിക്കും. ഇപ്പൊ ചില ആളുകൾ പറയും, പാസ്റ്ററെ ഞങ്ങള് സ്നാനപ്പെട്ടതാ, എന്നാ ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുക. ഇന്ന് പാടാനൊന്നും സമയം എടുക്കത്തില്ല, നിയോഗിച്ചവർ പ്രാർത്ഥിച്ച് നിർത്തും, നാളെ മറ്റന്നാളും പാടിക്കും. ഇത് പറയാൻ പോയി എനിക്കും സ്വസ്ഥതയില്ല, അതുകൊണ്ടാണ്. എൻ്റെ അത്രയും ദൂരെ പോകേണ്ട ഒരാരും ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല, 5 മിനിറ്റ് നോക്കേ. ചില ആളുകൾ പറയാ, പാസ്റ്ററെ ഞങ്ങൾ കുഞ്ഞിലെ അങ്ങ് സ്നാനപ്പെട്ടിട്ടുണ്ട്, അപ്പൊ മാനസാന്തരമോ? അത് വളരുമ്പോൾ മതിയെന്നാ പറഞ്ഞത്. നമ്മളെല്ലാവരും ഇന്ന് കുളിച്ചിട്ട് തല തോർത്തി, വർഷങ്ങളായിട്ട് ഇത് തന്നെയാ ചെയ്യുന്നത്. ഇപ്പൊ നാളെ തൊട്ടൊരു ചേഞ്ച്, ആദ്യം തല തോർത്തിയിട്ട് അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ലെത്താ. കുഴപ്പമുണ്ടായി. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തല തിരിച്ച പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത ദൈവവചനം ആരും തലതിരിക്കണ്ട. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്നാണ് തിരുവചനമെങ്കിൽ ആദ്യം നടക്കേണ്ടത് മാനസാന്തരം, ആദ്യം നടക്കേണ്ടത് വിശ്വാസം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടുമെന്ന് വചനം. അങ്ങനെങ്കിൽ വിശ്വാസം നിമിത്തം മാനസാന്തരം നടക്കണം. മാനസാന്തരപ്പെട്ടവന് സ്നാനപ്പെടേണ്ടതായി. മാനസാന്തരം എന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ മനസ്സിലാകാത്ത കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെച്ച് നിനക്ക് 2000 വർഷം മുർത്തവാ യേശു ക്രിസ്തുവിന്റെ പാപത്തിന് വേണ്ടി വന്നത്, മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റ് നിന്നെ ചെറുക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞുവാവേ നീ വിശ്വസിക്കുന്നു? കുഞ്ഞാവ അപ്പൊ കുഞ്ഞുവാവ വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു. സ്നാനപ്പെടുത്തിക്കോ. അതാ വേദപുസ്തകത്തിലെ സ്നാനം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്നാളൊരു ക്രിസ്ത്യാനി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ മുസ്ലിമിൽ നിന്ന് വന്നുകൊണ്ട് അറിയാത്തോണ്ടാ. അതെന്നാ? ഞങ്ങൾ കുഞ്ഞു പറയത്തില്ലെന്ന് ഞങ്ങൾക്കും അറിയാം, പിന്നെ പറയാൻ പകരം ഒരാളെ പുറകെ നിർത്തുവന്ന്, പകരം നിർത്തുവന്ന്. നിങ്ങൾ പിന്നെ വിവാഹ നിശ്ചയമൊക്കെ കൂടാൻ പള്ളിയിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ? വേഗം പറ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ പള്ളിയിൽ അച്ഛൻ അവിടെ കയറി നിന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കാറുണ്ടോ, പ്രിയ സൂസമ്മേ, നിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെയും ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് ചോദിക്കാറുണ്ടോ? ഉണ്ടോ? പറ. അതിന് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് നിങ്ങൾ പറയണതാ. ഉണ്ടോ? ഉണ്ട്. അപ്പൊ പെണ്ണിന്റെ അപ്പൻ, ജനിപ്പിച്ച അപ്പൻ, സ്വന്തം അപ്പൻ പുറകെ നിന്നുകൊണ്ട് പറയാ സമ്മതമാണ്. ഏതെങ്കിലും അച്ഛന്മാർ നടത്തുവോ? മുണ്ടുന്നില്ല. അതിനാ സ്വന്തം അപ്പനല്ലേ, വാടകയ്ക്കെടുത്തൊന്നും അല്ലല്ലോ. നടത്തുവോ? ഇല്ല. അച്ഛൻ വേണേ ഒന്ന് നോക്കും, എന്നിട്ട് വീണ്ടും പറ, സൂസമ്മേ, നിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിന്റെ ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഉടനെ പ്രസവിച്ച അമ്മ അപ്പുറത്ത് നിന്നുണ്ട്, ആ സമ്മതമാച്ചോ, അവളാ കെട്ടണം എന്ന് പറഞ്ഞ് നടന്നേ അങ്ങോട്ട് കെട്ടിക്കോ. പിന്നെ ആര് പറയണം? വാതിർന്ന് പറ. മണവാട്ടി ആരോ അവള് പറയണം എനിക്ക് സമ്മതമാണെന്ന്. ഇന്ന് രാത്രി കാത് തുറന്ന് കേട്ടോ. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞ പോരെങ്കിൽ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ ജനിപ്പിച്ച അപ്പൻ പറഞ്ഞ പോരെങ്കിൽ, കുഞ്ഞാടിന്റെ കാന്തയാകാൻ, സ്വർലോക മണവാട്ടിയാകാൻ, ക്രിസ്തുയേശുവിന്റെ വേളി കഴിക്കുന്ന മണവാട്ടി സഭയാകാൻ പകരക്കാര് പറഞ്ഞാൽ ഒക്കത്തില്ല ചായോ. അധരം കൊണ്ട് ഏറ്റു പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, മാനസാന്തരം സംഭവിക്കണം. അതുകൊണ്ടാ പറഞ്ഞത് മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ. വായിച്ചു നിർത്തുന്നു, എന്നാൽ പാപമോചനം ലഭിക്കും. അടുത്ത വാക്ക് എന്നാൽ എന്ന ദാനം ലഭിക്കും. അടുത്തത് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ വാഗ്ദത്തത്തെയും പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇനി കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരെ കിടക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്കും കൊടുക്കുമെന്ന്. അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ളതല്ല. അടുത്ത വാക്ക് മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവര് പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്ക് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗം. ആർക്ക് വേണം? കൈപൊക്ക് കാലുപൊക്കെന്നൊന്നും പറഞ്ഞില്ല. ഒറ്റ പ്രസംഗം. കുത്തുകൊള്ളേണ്ടുന്ന വിധം കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000 പേര് രംഗത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്ക് സ്നാനപ്പെടണം. ഇവിടെ ഉദ്ഘാടനം ചെയ്ത പറഞ്ഞു, 10 പേരെ കൊണ്ട് കൊട്ടാൻ തുടങ്ങിയ ഒരു വീട്ടിലെ കൂട്ടായ്മ ഇന്ന് 100 പേരിലധികം എത്തി നിൽക്കണമെങ്കിൽ കെട്ടി വലിച്ചു കൊണ്ടുവന്നതല്ല. വചനം ഹൃദയത്തിനകത്തേക്ക് തുളച്ചു കയറിയപ്പോൾ, ആമേ, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ബോധ്യം വരുത്തിയപ്പോൾ എനിക്ക് സ്നാനപ്പെടണം ഭാഷ എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്ന ജീവിതങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത്. പിടിച്ചു വലിച്ചും കെട്ടിവലിച്ചും കൊണ്ടുവന്നവരല്ല, വചനത്തിന്റെ സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെട്ട ജനം. 3000 പേര് വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സ്നാനപ്പെടണം.
അടുത്ത വാക്ക്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. ഒന്നോടെ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. സ്നാനപ്പെട്ടവർ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ ഉപദേശം. കേട്ടോ പാസ്റ്റർമാരെ, കേട്ടോ. ഇന്നിപ്പോ അങ്ങനല്ല. മാമ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ സ്നാനപ്പെട്. സ്നാനപ്പെട്ടിട്ട് പിന്നെ ഏത് പള്ളിയിലാന്ന് വെച്ചാൽ അവിടെ ഇവൻ കാട്ടുകള്ളനാണ്. മനസ്സിലാക്കിക്കോണം. അങ്ങനെ പഠിപ്പിക്കുന്നവനുണ്ടെങ്കിൽ അവൻ ഈ പുസ്തകത്തിലെ ദൈവത്തിന്റെ ദാസനല്ല കേട്ടോ. ഇങ്ങനെ കുറെ പിശാചുക്കൾ ഇറങ്ങിയിട്ടുണ്ട് സ്നാനപ്പെടുത്ത് കണക്ക് എടുത്ത് അല്ലേലുയാലിടാൻ വേണ്ടി. എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി തൊലഞ്ഞോളാം. നോ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. സ്നാനപ്പെട്ടവർ അപ്പോസ്തോലിക ഉപദേശത്തിൽ നിലനിൽക്കണം. മനസ്സിലായോ? ഉപദേശം കേൾക്കണമെങ്കിൽ അടുത്ത വാക്ക് കൂട്ടായ്മ. ഉപദേശം കേൾക്കണമെങ്കിൽ എവിടെ വരണം? പറ. കൂട്ടായ്മയ്ക്ക് വരണം. കുഞ്ഞമ്മയുടെ മോളെ കല്യാണത്തിന് പോയാൽ ദൈവവചനം കേൾക്കാനൊക്കത്തില്ല. കൂട്ടായ്മ ആചരിച്ചു. അടുത്തത് അപ്പം നുറുക്കി. അടുത്തത് പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചതാണ്. 47 വാക്യം വായിച്ച് പുസ്തകം അടച്ചു. 47 വാക്യം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട്. അതാ ഈ പറഞ്ഞ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് അവിടെ അങ്ങ് ഡിക്ലെയർ ചെയ്തു. എന്താ? സഭ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഏത് സഭ? ആകാശമുട്ട ഗോപുരം പോലെ കെട്ടിവെച്ചിരിക്കുന്ന പള്ളിയെ നോക്കിയല്ല പറഞ്ഞത്. മാനസാന്തരപ്പെട്ട കൂട്ടം, ആമേൻ, രക്ഷിക്കപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന ആ കൂട്ടം. അത് പുഴവക്കത്ത് കൂടിയാലും മരച്ചവട്ടി കൂടിയാലും കെട്ടടത്തെ കൂടിയാലും ടെറസിന്റെ മേലെ കൂടിയാലും ചന്ത മൈതാനത്ത് കൂടിയാലും ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. ഇന്ന് രാത്രി ഒരു വാക്ക് പറഞ്ഞു നിർത്തുന്നു. അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന കുറിവാക്യത്തിൽ വായിച്ചത് എന്തിന്? ഈ പറയപ്പെട്ട സഭയെ നിത്യതയിലേക്ക് ചേർക്കുവാൻ. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഷമീറും സിയാദും നസീറും നാരായണനും ഗോപാലനും മുഹമ്മദ് കൃഷ്ണനും ചാക്കോച്ചനും തോമത്തൂട്ടിയും ഒന്നിച്ചിരുന്ന് ഒരേ ദൈവത്തെ ആരാധിക്കുന്ന ഒരൊറ്റ സ്ഥലം ദൈവസഭ. ആ ദൈവസഭയെ ചേർക്കുവാൻ താമസം വിന കർത്താവ് വാനമേഘ വെളിപ്പെടാൻ പോവുകയാണ്.